ഫസലിനെ കൊലപ്പെടുത്തിയത് RSS തന്നെയെന്ന് കൊലപാതകത്തിൽ ഉൾപ്പെട്ട RSS പ്രവർത്തകൻ സുബീഷിന്റെ കുറ്റസമ്മതമൊഴി നൽകിയത് മോഹനൻ വധക്കേസിൽ അറസ്റ്റിലായപ്പോൾ. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, അവസാന കാര്യങ്ങൾ ഏറെ വ്യക്തമാവുകയാണ്. കാരായി രാജനും ഒക്കെ കാരായി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉണ്ടായിട്ടുള്ള കുറ്റങ്ങളൊക്കെ തന്നെ അത് എല്ലാം തന്നെ നാടകങ്ങളായിരുന്നു, തിരക്കഥയൊക്കെ തന്നെ RSS ക്യാമ്പിൽ നിന്നാണ് എന്ന് വ്യക്തമാവുകയാണോ? ചോദ്യം ചെയ്യലിലൂടെ അടക്കം അല്ലെങ്കിൽ കുറ്റസമ്മതമൊഴി എങ്ങനെ വരുന്നു? പ്രതീഷ്, തലശ്ശേരി ഫസൽ വധവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. മാഹി ചെമ്പ്ര സ്വദേശിയും RSSന്റെ ശിക്ഷകവുമായ സുബീഷിന്റെ വെളിപ്പെടുത്തലാണിത്. അയാൾ പറയുന്നത് താനും മറ്റു 3 പേരും ഉൾപ്പെട്ട സംഘമാണ് ഫസലിന്റെ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ്. അങ്ങനെ വിശദീകരിക്കുന്ന ഒരു സംഭാഷണമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഇയാൾ പോലീസിന് നൽകിയ മൊഴിയാണ്. ഇതിന്റെ സാഹചര്യം ഇങ്ങനെയാണ്. മറ്റൊരു കൊലക്കേസിൽ ഇയാൾ സുബീഷ് പിടിയിലാവുന്നു. ചോദ്യം ചെയ്യുമ്പോൾ സുബീഷ് നൽകുന്ന മൊഴിയിൽ ഇതുണ്ട്. CPM നേതാവ് പടുവിലായി മോഹനൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് സുബീഷ് അറസ്റ്റിലാവുന്നത്. അപ്പോൾ ആ അറസ്റ്റിലായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവവുമായി ഫസൽ വധവുമായി ബന്ധപ്പെട്ട് തന്റെ പങ്കാളിത്തവും RSSന്റെ പങ്കാളിത്തവും ഇയാൾ വെളിപ്പെടുത്തുന്നത്. ഫസൽ വധത്തിന്റെ ഒരു ചരിത്രം ഇങ്ങനെയാണ്. 2006 ഒക്ടോബർ 22-നാണ് NDF പ്രവർത്തകനായിരുന്ന തലശ്ശേരി സ്വദേശി ഫസൽ കൊല്ലപ്പെടുന്നത്. ഏറെ കോലാഹലം ഉണ്ടാക്കിയ ഒരു കേസാണ്. ഒടുവിൽ CBI അന്വേഷിച്ചു. CBI 8 CPM പ്രവർത്തകരെ പ്രതികളാക്കിയാണ് കേസെടുത്തത്. അതിൽ നേരത്തെ പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ 7ാം പ്രതിയായി കാരായി രാജനും 8ാം പ്രതിയായി കാരായി ചന്ദ്രശേഖരനും ഉൾപ്പെടെ 8 പ്രതികളാണ് CBIയുടെ കുറ്റപത്രത്തിലുള്ളത്. അങ്ങനെ CBI അത്തരം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഈ RSS പ്രവർത്തകൻ സുബീഷ് പിടിയിലാവുന്നത്. CPM പ്രവർത്തകനല്ല, തങ്ങളാണ് ഫസലിനെ കൊന്നത് എന്ന വളരെ നിർണായകമായ ഒരു മൊഴി സുബീഷ് പോലീസിന് നൽകുന്നു. മൊഴി പോലീസ് റെക്കോർഡ് ചെയ്യുന്നു ഔദ്യോഗികമായി തന്നെ. ഈ മൊഴി പോലീസ് DGP മുഖേന അന്വേഷണ ഏജൻസിയായി CBIക്ക് കൈമാറുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, CBI തങ്ങളുടെ മുൻ നിലപാടിൽ നിന്നും മാറാൻ തയ്യാറായില്ല എന്നൊരു പശ്ചാത്തലമുണ്ട് ഇത്. അതായത് അവർ കുറ്റപത്രത്തിൽ പറഞ്ഞത് CPM പ്രവർത്തകരായി 8 പേരാണ് ഫസലിനെ കൊന്നത് എന്നാണ് ഇവർ തങ്ങൾ അന്വേഷണം നടത്തി കണ്ടുപിടിച്ചിരിക്കുന്നത്. അതാണ് ശരി എന്ന ഉറച്ച നിലപാടാണ് CBI ഇപ്പോൾ വരെ, അല്പം മുമ്പ് വരെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് ഇന്ന് CBI കോടതിയിൽ കേസ് എടുത്തപ്പോൾ സുബീഷിന്റെ ഈ കുറ്റസമ്മതം വഴി ഈ പ്രതികളാക്കപ്പെട്ട CPM പ്രവർത്തകരുടെ അഭിഭാഷകർ കോടതിയിൽ ഹാജരാക്കിയത്. ആ കോടതിയിൽ നിന്ന് നമ്മൾ അതിന്റെ ഒരു പകർപ്പ് മേടിച്ചു. ഏതായാലും ഈ കുറ്റസമ്മത മൊഴിയാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിടുന്നത്. ഇത് വളരെ വിശദമായി തന്നെ ഈ മൊഴിയിൽ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് റെക്കോർഡ് ചെയ്ത മൊഴിയിൽ അയാൾ കൃത്യമായി പറയുന്നുണ്ട്, സംഭവം തനിക്ക് ഓർമ്മയുണ്ട്. സംഭവ ദിവസം വൈകിട്ട് താൻ പന്ത് കളിയും കഴിഞ്ഞ് വീട്ടിലെത്തി കുളിയും കഴിഞ്ഞ് പതിവ് പോലെ തൊട്ടടുത്ത വീടിനടുത്തുള്ള ക്ഷേത്ര മൈതാനത്തെത്തി. അപ്പോഴവിടെ പ്രവീഷ്, ഷിനോജ്, പ്രമീഷ് ഇവർ 3 പേർ സംസാരിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രമീഷ് തന്റെ ഉറ്റ സുഹൃത്താണ്. ഇവർ 3 പേരും കൂടി തന്റെ അടുത്ത് വന്നു. എന്നിട്ട് തന്നോട് പറയുകയാണ്, നമുക്കൊരാളെ അടിക്കണം, നമുക്കൊരാളെ കൈകാര്യം ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ താൻ ചോദിച്ചു, എന്താണ് പ്രശ്നം, ആരെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രതീഷാണ് മറുപടി പറയുന്നത്, ഫസൽ എന്നൊരാളുണ്ട്, അയാൾ NDF കാരനാണ്, വലിയ ശല്യമാണ്, അയാളെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇവർ സംഭാഷണം തുടർന്നു. അന്ന് രാത്രി 8 മണിയോടെ ഇവർ ചെമ്പ്രയില് ഈ മൊഴി നൽകിയ ഇയാളുടെ വീട്ടിൽ, അതായത് സുബീഷിന്റെ വീട്ടിൽ മറ്റ് 2 പേർ കൂടി എത്തുന്നു. രാത്രി 8 മണിയോടാണ് ഇവിടെ എത്തുന്നത്. ഈ 1 മണി വരെ ഇവർ 3 പേരും കൂടി ഈ വീട്ടിലിരുന്നു. അതിനുശേഷം ഷിനോജും പ്രവീഷും കൂടി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അതായത് ഫസലിന്റെ വീടിനടുത്ത് ഒരു കവലയിൽ ചെല്ലുന്നു. അവിടെ ഷിനോജും പ്രവീഷും അവിടെ ഉണ്ടായിരുന്നു. ഷിനോജാണ് ആയുധങ്ങൾ സംഘടിപ്പിച്ചത്. ഒരു ഇരുമ്പ് തണ്ട്, നീളമുള്ള ഒരു വാള്, ഒപ്പം മറ്റൊരു ആയുധവും കൂടി. ഇവ 3ഉം റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇവര് രാത്രി 1 മണിയോടെ ഇവിടെ എത്തുന്നു. പിന്നീട് കുറെ നേരം ഈ കവലയിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ കാരണമുണ്ട് എന്ന് തന്നെ ഇയാളുടെ മൊഴിയുണ്ട്. കാരണം അതുവഴിയാണ് പുലർച്ചെ പത്രവിതരണത്തിനായി ഫസൽ പോകുന്നത്. അത് കൃത്യമായി പോകുന്നത് ആ വഴിയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവിടെ നിന്നത്. കുറെ നേരം കഴിഞ്ഞപ്പോൾ തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ ഫസൽ അതുവഴി സൈക്കിളിൽ പോകുന്നത് കണ്ടു. തന്റെ യമഹ ബൈക്കിൽ ഞങ്ങൾ 4 പേരും കൂടി യമഹയിൽ കയറി ഫസലിനെ പിന്തുടർന്നു. ഏതാണ്ട് നങ്ങാരത്ത് പീടിക ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു ഹബ്ബ് കയറി റെയിൽവേ ക്രോസും കടന്നു പോയപ്പോൾ ഈ സൈക്കിളിനൊപ്പം എത്തി. ആ സൈക്കിളിന് ഒപ്പം ഈ യമഹയിൽ നിന്ന്
മറ്റു രണ്ടുപേർ ഇറങ്ങി. അപ്പൊ ഇവര് ഇറങ്ങുന്നതിനിടയിൽ യമഹ ഒന്ന് മറിഞ്ഞു. താനാണ് ബൈക്ക്. എന്തായാലും സാലി, കാരണം സുബീഷിനെ കൂടാതെ ഷിനോജ് ഒരുപക്ഷെ 2 വർഷം മുമ്പ് ജയിലിനകത്ത് വെച്ച് സംസാരിച്ചതും പുറത്ത് ഫോണിൽ സംസാരിച്ച കാര്യങ്ങളുണ്ട്. പ്രബീഷിന്റെ അമ്മയും അച്ഛനും ഒക്കെ മാപ്പിനായി സമീപിച്ച കാര്യങ്ങൾ, ഇതൊക്കെ തിരുവനന്തപുരത്ത് കാര്യാലയത്തിൽ വെച്ച് നേരത്തെ വിഷ്ണുവും ഈ പറയുന്ന സുബീഷും സംസാരിച്ച കാര്യങ്ങൾ, ഇങ്ങനെ പല സംഭാഷണങ്ങളുടെയും രേഖകളൊക്കെ പുറത്തേക്ക് വരികയാണ് തെളിവുകളായി. ഇതൊക്കെ ഏകോപിപ്പിക്കുമ്പോൾ എന്തായാലും അന്വേഷണത്തിൽ വലിയൊരു മാറ്റം വരുന്നു. കാരായി ചന്ദ്രശേഖരൻ, കാരായി രാജൻ, ഇവരെയൊക്കെ തന്നെ ഒരു വിക്ടിം, ഇവർ ഇരയായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? എന്തായാലും അന്വേഷണത്തിന്റെ ദിശ ഏതൊക്കെ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? പ്രതീക്ഷ, പ്രധാനപ്പെട്ട കാര്യം ഇവർ ഈ സംഭവം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇറങ്ങുന്നു, മർദ്ദിക്കുന്നു, വാളിന് വെട്ടുന്നു, തിരിച്ചു ബൈക്കിൽ പോകുന്നു, RSSന്റെ ചുമതലയുള്ള തിലകന്റെ വീട്ടിലെത്തിയത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും എണ്ണി ഇയാൾ പോലീസിന് മൊഴി നൽകുന്നുണ്ട്. ഇത്രയും നിർണായകമായ ഒരു മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും അത് CBIക്ക് കൈമാറുകയും ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുൻ നിലപാടിൽ നിന്ന് CBI മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ നിരപരാധികളാണെന്ന് അറസ്റ്റിലായ 8 പ്രതികളും കാരായി രാജനും കാരായി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള 8 പ്രതികളും പല വേദികളിലും കോടതികളിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. CBIയോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ CBI ഇത് മുഖവിലേക്ക് എടുത്തില്ല. മാത്രമല്ല, ഇതിൽ അറസ്റ്റിലായ 2-3 പ്രതികളെ CBI നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആ നുണപരിശോധനയുടെ ഫലം ഈ പ്രതികൾക്ക് അനുകൂലമായിരുന്നു. കാരണം ഒരിക്കൽ പോലും ഇവർ ഈ ഫസലിനെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ നുണപരിശോധനയ്ക്കിടയിലുള്ള മൊഴിയുമുണ്ട്. ശരി സാലി, എന്തായാലും സമയക്കുറവ് കൊണ്ട് ഇടപെടുകയാണ്. അടുത്ത ബുള്ളറ്റിൽ ഈ ശബ്ദരേഖയുടെ പൂർണ്ണ രൂപവും പ്രേക്ഷകർക്ക് കേൾക്കാൻ കഴിയും. ഒപ്പം തന്നെ ഈ ഫസൽ വധക്കേസിന്റെ ഉള്ളറകളിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ കേസിൽ കാരായി ചന്ദ്രശേഖരന്റെയും കാരായി രാജന്റെയും അടക്കം നിരപരാധിത്വം കൂടുതൽ ഒരു പക്ഷേ അടിയുറച്ച് വെളിവാകുന്ന തരത്തിലേക്കുള്ള സുപ്രധാന വിശദാംശങ്ങൾ കൂടി ലഭ്യമാകുന്നതായിരിക്കും.